കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. ഫറോക്ക് സ്വദേശിയായ 43 വയസ്സുകാരന്റെ പരിശോധനാ ഫലം പോസിറ്റീവായതിനെ തുടർന്നാണ് അടിയന്തര നടപടികൾ സ്വീകരിച്ചത്. ഇദ്ദേഹത്തെ രാത്രി 12 മണിയോടെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. രോഗവ്യാപനം തടയുന്നതിനായി ആശുപത്രി പരിസരത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സാവിത്രി ദേവി സാബു വാർഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചു. ഈ വാർഡിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. സാവിത്രി ദേവി സാബു ബ്ലോക്കിലേക്കുള്ള പ്രവേശന വഴി അടച്ചിരിക്കുന്നു. ജീവനക്കാരും രോഗികളും അനുവദിക്കപ്പെട്ട മറ്റു വഴികൾ മാത്രം ഉപയോഗിക്കുക. ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നവർ പ്രധാന ഗേറ്റ് വഴി മാത്രമേ പുറത്തുപോകാൻ പാടുള്ളൂ. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന ഭാഗത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുന്നു. സാവിത്രി ദേവി സാബു ബ്ലോക്ക് പരിസരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദമില്ല. ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.